ഗൈസ് നമ്മളിത് ഇന്ന് വരാൽ ബ്രിട്ടോസ് പച്ചക്ക് കാണിക്കുന്നതായിരിക്കും. ഇതേ എൻ്റെ മുഖം കാണിക്കും. ഫ്രഷ് വരാലാണ്. ബ്രിട്ടോസ് കഴിഞ്ഞ ദിവസം പിടിച്ചത്. ഇത് കണ്ട ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇതുണ്ടോ ചിറകയിൽ വെള്ളം നല്ല മിടുക്കനായിരുന്നു. ഇപ്പം എന്തൊക്കെയോ പറ്റി ഈ ചെറുക്കൻ പിടിച്ചതിൽ. പിന്നെ അപ്പോൾ ഇവനെ നമ്മളിത് പൊളിച്ച് ഓയിൽ പേപ്പറിനകത്തിട്ട് പച്ചക്ക് വേവിച്ച് തിന്നാൻ പോവാണ്. മുട്ടോസ് കഴിച്ച് കാണിക്കുന്നത്. എന്നിട്ട് ഞങ്ങള് പണ്ട് ഞങ്ങൾ ഇതുപോലെ ചൂര ഉണ്ടാക്കിയ വീഡിയോ കൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അന്നത് നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, ഇവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും നമുക്കിത് ഫ്രഷ് മീനാണ്. ഇത് ചെയ്യണ്ട കഴിഞ്ഞ ദിവസം മുട്ടോസ് പിടിച്ച സാധനം. അതുകൊണ്ട് നമ്മളിതിനെ പൊളിക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം ക്ലീനായിട്ട് പഠിച്ചു. അതുകൊണ്ട് ഇന്ന് നല്ല സെറ്റപ്പായിട്ട് പൊളിച്ച് കാണിച്ചു തരാം. മണി 12 ചോറുണ്ടോ? അത് ഇതിന് റെഡിയായാലും ചോറ് കഴിക്കണമല്ലോ. വെള്ളത്തിൽ മരിച്ചു പോകുന്ന മീനൊക്കെ അങ്ങോട്ട് പോകും. എൻ്റെ ചോദ്യം സംശയ. അതിനെയൊക്കെ വേറെ മീനുകളൊക്കെ തിന്നും. അത് നേരെ അതൊരു ഇതാണ്. പോയില്ലേ കുറേയൊക്കെ തിന്നും. ചീഞ്ഞ് കഴിഞ്ഞാൽ ഈ വാളക്കൂരി അതും ഇതൊക്കെ തിന്നും. ഫ്രഷായിട്ട് കഴിക്കണതിനൊക്കെ വീട്ടുകാരുണ്ടാക്കി. ഗൈസ് അപ്പം നമ്മൾ ഇതിൻ്റെ തൊലി മുഴുവൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഒന്നും ഉരച്ച് കളഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ഒരുമാതിരി പീഡനം നടത്തിയ പോലെ ആയിപ്പോയി. ഇങ്ങനെയൊന്നും അല്ല, കുറച്ചുകൂടി വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഈ മുള്ളിൻ്റെ ഈ ഭാഗം നല്ലോണം കട്ട് ചെയ്ത് കളയണം. ഫ്രണ്ടും താഴവും എങ്കിൽ കുറച്ചുകൂടി നല്ല വൃത്തിയായിട്ട് പോരും. പക്ഷെ നമ്മൾ ചെയ്തപ്പോൾ കുറച്ചൊക്കെ ദശ പൊളിഞ്ഞു പോകുന്നു. അത് സാധനം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്രിട്ടോസ് ഇതിന് നമ്മളെ കുക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി ഫുൾ ബ്രിട്ടോസിൻ്റെ വിളയാട്ടമായിരിക്കും. ബാ, കത്തിയുടെ ഒരു ഭംഗി കുറവുണ്ട്. ഗ്രേവി എന്നൊന്നും പറയാൻ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഈ കുരുമുളക് പൊടിച്ചത്. ഇതാണ് നമ്മുടെ ഗ്രേവി എന്ന് പറയാൻ ആകപ്പാട് ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ബ്രിട്ടോസാണ് ഇത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയുന്നത്. തമ്പിനകത്ത് ഞാൻ പച്ചമീൻ കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പച്ചമീൻ കഴിക്കാൻ പോകുന്ന സത്യത്തിൽ ബ്രിട്ടോസാണ്. ആദ്യം ബ്രിട്ടോസ് വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങുള്ളൂ. മുന്നേ ബ്രിട്ടോസ് ഏകദേശം സംഭവങ്ങളൊക്കെ ചേർത്ത് ഇനി ഒരു ചെറിയ നാരങ്ങയും കൂടി. നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. ഇനി പച്ചക്ക് ഇനി വേവിച്ചൊന്നും തിന്നാൽ മതി. മുട്ടോസ് ആദ്യം നമ്മൾ എന്ത് കഴിയുമ്പോൾ തിന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇല വാട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. വാട്ടി ഇലക്കകത്ത് വെച്ചിട്ട് കമത്തി വെക്കും. ഓയിൽ പേപ്പറിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇനി അത് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഗ്രില്ലേ വെക്കാൻ പോകണം. നമ്മൾ തീ ബക്കറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ബ്രിട്ടോസിനെ കൊണ്ട് തീറ്റിക്കണം. അപ്പം നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. നല്ല ചൂടാ. ഞാനോ ഉദ്ഘാടനം കഴിക്കുന്നതൊക്കെ ബ്രിട്ടോസായിരിക്കും. നമുക്ക് നോക്കി നിന്ന് ആദ്യമേ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെയല്ല പരീക്ഷണമാണ്. അതെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്രിട്ടോസിന്റെ പരീക്ഷണം ചീറ്റിപ്പോയതിന് ശേഷം ഞങ്ങളിത് അവതരിപ്പിക്കുന്നു. അങ്ങോട്ട് പൊളിക്ക് കുമാരൻ. അത്രയൊന്നും ചുറ്റുണ്ടായിരുന്നു അല്ലേ? ശനി ഞാനൊരു കല്യാണമുള്ള ഫൈനലി റീച്ച്ഡ് സക്സസ്ഫുള്ളി. ഇതിനൊരു അന്ത്യം ഇല്ലേട്. ഇത് പൊതിഞ്ഞപ്പോ ഇത്ര ഇല്ലായിരുന്നല്ലോ. കരിഞ്ഞ് അത് വാഴയിലേ കരിഞ്ഞത്. മീൻ കരിഞ്ഞു പോയി.
എന്റെ പരീക്ഷ ഇന്നേരം പാലിപ്പ ചരിത്രം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കാണാത്തവരായിരിക്കും അത്. അത് തരാം കേട്ടോ, കണ്ടിട്ടൊരു ലുക്കൊക്കെ ഉണ്ടെന്ന്. ചൈന ഡിഷ് കഴിക്കട കഴിക്കട. ഒരു നടുക്കുന്ന ഒരു കഷ്ടം എടുത്ത് കഴിച്ചു നോക്ക്. ടേസ്റ്റ് ചെയ്യാൻ പോണേ. കഴിക്കട ചക്ക നീട്ടുന്നുണ്ടോ? ഇടി കിട്ടുവാനോ? ഞാനാണ് ഒത്തിരിക്കണ ഗംഭീരായിട്ടുണ്ട്. അങ്ങനെ ബ്രിട്ടോസ് കഴിച്ചു നോക്കി, ഞാനും കൂടി ടേസ്റ്റ് നോക്കട്ടെ. ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട് കഴിക്കാൻ. ചുമ്മാ മുളകടിച്ച സൈഡ് വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് കുറവല്ലേ മൊത്തത്തില്? ഉപ്പില്ല, ഉപ്പില്ലാത്ത ഒരു ചെറിയ അല്ല നല്ലൊരു പോരായ്മ. മുളക് കൂട്ടി തിന്നുമ്പോ അത്ര പ്രശ്നമില്ല. പച്ചക്കല്ല, ബ്രെഡ് കൂടി മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് എടുക്കാൻ മറന്നുപോയി. ഇരുന്ന് കഴിച്ചിട്ട് പോയാ മതി. സൂപ്പർ. ഒന്നും പറയണ്ട. നീ വഴി വന്നു ഒരു നമ്മള് ഇങ്ങനെ സാറിന് കഴിച്ച് ചീച്ചല്ലല്ലോ. ഉപ്പ് വേണ്ടായിരുന്നു, മസ്റ്റായിട്ട് ഉപ്പ് വേണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മളെ വീണ്ടും ഒരു പരീക്ഷണം ആളിരിക്കുകയാണ്. സൂപ്പറല്ല? ഒന്നും പറയാനില്ല. പക്ഷെ ഈ മുളകും കൂട്ടി കഴിക്കാണ്ടിരിക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ അത്രയും അങ്ങനെയല്ല. ഇതൊക്കെ കണ്ട് അങ്ങനെയല്ല, കഴിക്കാതെ ഇന്ന് മോശമായി പോകത്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുഴപ്പമില്ല, മുളകും അത് കഴിയുണ്ടോ? ബ്രെഡിനകത്തോട്ട് വെക്കാം. കുറച്ച് മുളക്, കുറച്ച് ബ്രെഡ്. അല്ല, ഗുഡ് ഐഡിയ. പോയി അതെ ഇതൊന്നും ഫുഡിനെ അപകീർത്തിപ്പെടുത്തുന്നു. വ്യത്യസ്തമായ പരീക്ഷണം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതാ പറഞ്ഞ അതിനിടയ്ക്ക് ഇച്ചിരി ദശകൂടി വെച്ചു കൊടുത്താ ഇരുത്തേക്കാ പോണില്ല. അപ്പൊ എന്തായാലും എന്തേ ഞങ്ങള് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പച്ചക്കെല്ലാരും എന്തായാലും പക്ഷെ ഈ സാൻഡ്വിച്ച് കോമ്പോ അടിപൊളിയായിട്ടുണ്ട്. സാധനം നല്ലതാണ്, പക്ഷെ ആ ഉപ്പ് ഒഴിയപ്പോ നമുക്കൊരു സാൻഡ്വിച്ച് അടിപൊളിയായില്ല. അപ്പൊ ഞങ്ങൾ ഇതെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കഴിച്ചു തീർക്കട്ടെ. വീഡിയോ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത വീഡിയോ ടാറ്റാ. കുഞ്ഞു വരാനായത് ഭാഗ്യം. വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയല്ല. വെച്ചിട്ട് കുറച്ച് കൂടിപ്പോയെന്ന് സംശയം. പശുവിന്റെ അല്ല കയറിന്റെ ആയിരുന്നു പ്രശ്നം, പാല് കിട്ടാഞ്ഞിട്ട്. ഞാനൊക്കെ പഴഞ്ചൊല്ലുള്ളതാണ്. മറ്റേ
ഒന്നും പറയാൻ പ്രശ്നതാ ചമ്മന്തി കൊണ്ടുവരാനാ പ്രശ്നമായി പറഞ്ഞത് പശുവിന്റെ അല്ല കാറിന്റെ പ്രശ്നം പാലിട്ടാ